വാർത്തകൾ വിശദമായി. വാഗമണിൽ അനധികൃത ഭൂമി കയ്യേറ്റത്തിനെതിരെ റവന്യൂ വകുപ്പിന്റെ മിന്നൽ പരിശോധന. വാഗമൺ വില്ലേജിൽപ്പെട്ട 5 ഇടങ്ങളിലാണ് പീരുമേട് തഹസിൽദാർ ജോജോ വി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. പരിശോധനാ റിപ്പോർട്ട് കളക്ടർക്ക് സമയബന്ധിതമായി നൽകുമെന്നും തഹസിൽദാർ പറഞ്ഞു. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിൽ വ്യാപകമായി നടക്കുന്ന അനധികൃത ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പ് കടുത്ത നടപടി ആരംഭിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് വൻതോതിൽ കയ്യേറ്റം നടക്കുന്നതായുള്ള പരാതികളെ തുടർന്ന് പീരുമേട് തഹസിൽദാർ ജോജോ വി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള സംഘം വാഗമണിലെ വിവിധ മേഖലകളിൽ മിന്നൽ പരിശോധനയാണ് നടത്തിയത്. ഒരു തരത്തിലുള്ള അനധികൃത കയ്യേറ്റങ്ങളും വെച്ചുപൊറിപ്പിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ ഉടനടി കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും തഹസിൽദാർ പറഞ്ഞു. മലയപ്പുതുവലിൽ അനധികൃതമായി റോഡ് വെട്ടുന്നതും പാറ പൊട്ടിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ സംഘം വിലയിരുത്തി. വളകോട് പാഞ്ചാലിമേട്ടിന്റെ താഴ്ഭാഗത്ത് മലയിടിച്ചു നിരത്തി റോഡ് നിർമ്മിച്ച് തേയില കൃഷി വ്യാപിപ്പിക്കുന്ന മേഖലകളിലും കണ്ണംകുളത്തെ റിസോർട്ട് പരിസരങ്ങളിലും തഹസിൽദാരുടെ നേതൃത്വത്തിൽ നേരിട്ടെത്തി പരിശോധന നടത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇത്തരം പരിശോധനകൾ തുടരുമെന്നും റവന്യൂ അധികൃതർ വ്യക്തമാക്കി. LDF സർക്കാർ ഒഴിഞ്ഞതിന് പിന്നാലെയാണ് ഭൂമാഫിയ വാഗമൺ വില്ലേജിൽ പിടിമുറുക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ പിൻബലത്തോടെയാണ് മാഫിയ വിഹരിക്കുന്നത്. അനധികൃത കയ്യേറ്റത്തിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നിരിക്കുന്നത്. സംഘം പരിശോധിച്ച ഭൂമിയുടെ വിശദമായ റിപ്പോർട്ട് സമയബന്ധിതമായി കളക്ടർക്ക് സമർപ്പിക്കുമെന്നും റവന്യൂ സംഘം അറിയിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.